മുൻകാലങ്ങളെ അപേക്ഷിച്ച് പലവിധ കോപ്പിറൈറ്റുകൾ ഒരു നിർമ്മാതാവിന് തൻ്റെ ചലച്ചിത്രത്തിന് മേലുണ്ട്. ഓഡിയോ റൈറ്റ് എന്ന് പറയുന്നത് പണ്ട് ഒരു കാലഘട്ടത്തിൽ 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ഒരു ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയൊക്കെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഓഡിയോ റൈറ്റ് എന്ന് പറയുന്നത് വളരെ താഴേക്ക് വന്നു. കാരണം ഈ MP3യും അതൊക്കെ വന്നതിന് ശേഷം ഈ CD വിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നെറ്റിലൂടെയൊക്കെ പോകുന്നതുകൊണ്ട് അത് വിൽക്കാൻ പറ്റാത്ത വന്നു. അതിനുശേഷം ആ റൈറ്റ് കുറഞ്ഞപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഭീകര എമൗണ്ടായിട്ട് മാറി. ഓഡിയോ റൈറ്റ്സ് മാക്സിമം വന്നാൽ നല്ല സിനിമകൾക്ക് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ആണ് സാധാരണ, അതിൽ കൂടുതൽ കിട്ടാറില്ല. അപ്പോൾ പക്ഷേ അതിൽ നിന്നും രണ്ടാമത് പിന്നെ നമുക്ക് കുറഞ്ഞ ഓഡിയോ റൈറ്റ് മാത്രമാണെങ്കിലും കൂടിയത് നമുക്ക് ഈ സാറ്റലൈറ്റ് റൈറ്റ് കൂടി. അപ്പോൾ ഒരു 2 കോടി രൂപ ഒരു മുടക്കുന്ന സിനിമയ്ക്ക് 1 കോടി രൂപ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ആ സ്ഥലത്ത് നമുക്ക് അതുപോലെ തന്നെ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സിനിമകളും ഓവർസീസ് പോകാറില്ല. എങ്കിലും നല്ല സിനിമകൾ ഓവർസീസ് റൈറ്റ് ഇപ്പോൾ 30 ലക്ഷം രൂപ വരെ കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ചാനലിൻ്റെ റൈറ്റ്സിൻ്റെ കൂടെ ഇൻ്റർനെറ്റ്, എയർബോൺ അങ്ങനെയുള്ള റൈറ്റ്സ് എല്ലാം ഒന്നിച്ച് സെയിൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇന്ന് നിർമ്മാതാവിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പുതിയ ക്യാമറകളുടെ കടന്നുവരവും മാറിയ പ്രദർശന സങ്കേതങ്ങളും ചലച്ചിത്ര നിർമ്മാണത്തിന് ഒരു പുത്തൻ ഉണർവും ആവേശവും പകരുന്നുവെന്ന് പലരും പറഞ്ഞു. അനന്തഭദ്രൻ എന്നൊരു സിനിമ എടുത്തിട്ട് ഞാൻ അന്ന് പറഞ്ഞു സിനിമയ്ക്ക് പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല, ക്യൂബ് സാറ്റലൈറ്റ് വഴി ടെലികാസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ പരീക്ഷണാർത്ഥം ഞാൻ ആദ്യം ചെയ്യണമെന്നിട്ട് അനന്തഭദ്രം ആലപ്പുഴ ശ്രീദാസി കാണിച്ചു. അപ്പോൾ എന്നെ തിയേറ്ററുകാർ വിളിച്ചു പറഞ്ഞു, രാജു ഇതൊക്കെ രാജുവിൻ്റെ അതിമോഹമാണ്, ഒരിക്കലും ഇവിടുത്തെ ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ക്യൂബ് എന്നുള്ള സംഭവം നടക്കത്തില്ല. ഇപ്പോൾ 60-70 പ്രിൻ്റ് എടുത്തുകൊണ്ടിരുന്ന മലയാള സിനിമ വെറും 4-5 പ്രിൻ്റ് എടുക്കുന്നത്, മുഴുവൻ സാറ്റലൈറ്റും ക്യൂബും എല്ലാം മാറിക്കഴിഞ്ഞു. ഫിലിം ഇല്ലാതെ ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം HD ക്യാമറകളൊക്കെ വെച്ചിട്ട്, ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ഫിലിമിൻ്റെ ആവശ്യമില്ല, കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു സിനിമയെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പരീക്ഷണം നടത്താൻ പണ്ട് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് എത്ര റോൾ ഫിലിം എന്ന് പറയുന്നതാണ്. അപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന ഫിലിമിനെ ചുറ്റിപ്പറ്റിയും അതിൻ്റെ ഡെവലപ്പിങ്ങിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഒരു പരീക്ഷണത്തിൽ നിന്ന് പലരും പിന്മാറിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരു സംവിധായകനോ ഒരു നിർമ്മാതാവോ തീരുമാനിച്ചാൽ അത് ഷൂട്ട് ചെയ്യുന്നതിന് ഫിലിം ആവശ്യമില്ല. ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികവിദ്യ വന്നതുകൊണ്ട് നല്ല സിനിമകൾ വേണമെങ്കിൽ പരീക്ഷണാർത്ഥം ചെയ്യുകയും സക്സസ് ഉണ്ടാക്കാനും പറ്റുന്നൊരു കാര്യം ഇന്നുണ്ട്. ഇന്ന് വലിയൊരു ക്രൂ ഇല്ലാതെ വേണമെങ്കിലും അത്തരം സിനിമകൾ, പരീക്ഷണ സിനിമകൾ ചെയ്യുകയും അവിടെ സക്സസ് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. സിനിമാ രംഗത്തും മാധ്യമരംഗത്തും ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ് വൈഡ് റിലീസ്. എന്താണ് വൈഡ് റിലീസ്? ഒരുമിച്ച് 10, 70, 90, 100 തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുക, അതാണ് വൈഡ് റിലീസ്. അത് എല്ലാ സിനിമകൾക്കും അത് അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം വലിയ ഇനീഷ്യൽ പുൾ പ്രതീക്ഷിക്കുന്ന വലിയ സ്റ്റാർ ചിത്രങ്ങൾക്ക്, വലിയ പ്രതീക്ഷ ഉണർത്തി വരുന്ന സിനിമകൾക്കൊക്കെയാണ് വൈഡ് റിലീസ് ഗുണകരമാവുക. അല്ലാത്ത സിനിമകൾ ആദ്യം കുറച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയും അതിനെ കുറിച്ചുള്ള അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിയതിന് ശേഷം അടുത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യം. ഡയമണ്ട് നെക്ലസ് ഒരു വൈഡ് റിലീസ് ചിത്രമായിരുന്നില്ല. കുറച്ച് തിയേറ്ററുകളിലാണ് ആദ്യം അത് റിലീസ് ചെയ്യുന്നത്. ഒപ്പീനിയൻ ഗ്യാദർ ചെയ്തതിന് ശേഷമാണ് മറ്റു തിയേറ്ററുകളിലേക്ക് പോകുക. അപ്പോൾ വൈഡ് റിലീസ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ചീത്തയാണോ എന്ന് വെച്ചാൽ ചീത്തയാണ്. അത് രണ്ടും നിങ്ങൾ റിലീസ് ചെയ്യുന്ന സിനിമയുടെ സ്വഭാവം അനുസരിച്ച്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. കേരള സർക്കാർ നിയമമാക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ടിക്കറ്റിംഗ് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാകും. ഒരു കള്ളത്തിനും ചെയ്യാൻ പറ്റില്ല. ഒരു തിയേറ്ററുകാർക്ക് ഇനി കള്ള DC ആർന്ന പരിപാടി നടക്കത്തില്ല. കറക്റ്റ് തിയേറ്ററിൽ കെൽട്രോണായിട്ട് ചേർന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിലാണ് വെച്ചാൽ ടിക്കറ്റ് പഞ്ചിങ് മെഷീനിൽ എടുത്തിട്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുമ്പോൾ നാളെ ഞാനൊരു സിനിമ എടുത്താൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൊടുക്കണം. അതിന് ഗവൺമെൻറ്റിൻ്റെ വേറെ ഉണ്ട്. 1 കോടി രൂപ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ സർവീസ് ടാക്സ് കൊടുക്കണം. അപ്പോൾ 2 കോടി രൂപ എങ്ങനെ 20 ലക്ഷം രൂപ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ പൈസയും 25% കമ്മീഷനും ഈ ടാക്സും കൂടെ എടുക്കുമ്പോൾ പ്രൊഡ്യൂസറിന് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ സിസ്റ്റം, പഞ്ചിങ് സിസ്റ്റം എന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യമില്ല, റെപ്രസെൻറ്റേറ്റീവ് ആവശ്യമില്ല. ഞാൻ എല്ലാ തിയേറ്ററും വിളിച്ച് ക്യൂബ് വഴി തിയേറ്ററിൽ പടം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം രാവിലെ നെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ തിയേറ്ററിൽ എത്രയാണ് ആ പൈസ അതൊന്നും അറിയാൻ പറ്റും. ഇടനിലക്കാർക്ക്, കമ്മീഷൻ അടിക്കാർക്ക്, പറ്റിപ്പുകാർക്ക്, ഫ്രോഡുകൾക്കൊന്നും ഇതിനകത്ത് രക്ഷയില്ല. സിനിമാ നിർമ്മാണത്തിൻ്റെ ചെലവുകളെക്കുറിച്ച് ചില അബദ്ധധാരണകളുണ്ട്. ഒരു നിർമ്മാതാവ് അത് സിനിമ ഫസ്റ്റ് കോപ്പി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ
ഇതിൽ വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അത് ശരിയല്ല. സിനിമ ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷമാണ് ഇതിൻ്റെ പബ്ലിസിറ്റി, ഇതിൻ്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ചിലവുകൾ ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലം മാറിയപ്പോൾ പണ്ട് കുറച്ച് പോസ്റ്ററുകൾ അടിക്കുക, പത്രത്തിൽ പരസ്യം കൊടുക്കുക, അതോടുകൂടി പബ്ലിസിറ്റിയുടെ സെക്ഷൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഒരുപാട് പുതിയ മീഡിയാസ് ഉണ്ട്. ടെലിവിഷൻ മാധ്യമം ഉണ്ട്, റേഡിയോ ഉണ്ട്, FM ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. ഈ മാധ്യമങ്ങൾ കൂടിയപ്പോൾ ഈ പരസ്യത്തിൻ്റെ ചെലവുകളും വർദ്ധിച്ചു. നമ്മളൊരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന് വേണ്ടി പരസ്യം ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം എനിക്കതിനോട് പലപ്പോഴും വിയോജിപ്പുണ്ട്. കാരണം വെച്ചാൽ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര പരസ്യം കൊടുക്കാനുള്ള ഒരു അനുവാദം നമുക്ക് വേണമെന്നുള്ള ഒരാളാണ് ഞാൻ. കാരണം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു സാധാരണ ഒരു ചെറിയ സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അതൊരു സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. കാരണം ഇന്ന് എല്ലാവരും തിരക്കാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് പണ്ടൊരു ഒരു അഡിക്ഷൻ പോലെ എന്നുള്ള സമയമല്ലെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഒരു നിർമ്മാതാവ് എങ്ങനെയാണ് അതിൻ്റെ വിപണന തന്ത്രം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി ഒരു നല്ല സിനിമ സക്സസ് ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു നിർമ്മാതാവ് ചെയ്താൽ മാത്രമേ സിനിമ സക്സസ് ആവുള്ളൂ. ഒരു പക്ഷേ അതിൻ്റെ സംവിധായകനോ അതിൻ്റെ ടെക്നീഷ്യൻസോ പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എൻ്റെ സിനിമകളെല്ലാം ഞാൻ ആ സിനിമയെ ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയും അതിൻ്റെ സക്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൊക്കെ പലതും സക്സസ് ആയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം വെച്ച് പറയാണ്, സിനിമയ്ക്ക് ആവശ്യം പരസ്യം വളരെ അത്യാവശ്യമാണ്. മലയാള സിനിമ തീർത്തും പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. പുതിയ ആശയങ്ങളെ വരവേൽക്കുന്ന താരപ്രതിഭകളിൽ അഭിരമിക്കാത്ത പുതിയ പ്രേക്ഷകർ തന്നെയാണ് ഈ മാറ്റത്തിനു പിന്നിൽ.